ഹലോ കൂട്ടുകാരെ, നമുക്കിന്നൊരു ആയുർവേദ സോപ്പ് ചെയ്താലോ? മുഖക്കുരു, കറുത്ത പാടുകൾ ഇവയൊക്കെ പോകാനായിട്ട് ഉപയോഗിക്കുന്ന അതിന് പറ്റിയൊരു സോപ്പാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇത് നമ്മൾ സോപ്പ് ബേസാണ് ഇതിന് ഉപയോഗിക്കുന്നത്. ഞാനിത് ഒരു 750 ഗ്രാം സോപ്പ് ബേസ് ഇതിന് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് സോപ്പ് ബേസ് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കും. അത് നമ്മൾ ചെറുതായിട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ ഡബിൾ ബോയിൽ ചെയ്താണ് എടുക്കുന്നത്. അപ്പം ഇത് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്ന സോപ്പെന്ന് പറയുന്നത് മഞ്ചിഷ്ടയുടെ സോപ്പാണ് ഉണ്ടാക്കുന്നത്. മഞ്ചിഷ്ടയുടെ സോപ്പിൻ്റെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. അതായത് മുഖക്കുരു, മുഖത്തെ കറുത്ത പാടുകൾ ഒക്കെ പോകാനായിട്ട് ഉപയോഗിക്കുന്ന അതിന് പറ്റിയ ഒരു സോപ്പാണിത്. അപ്പം മഞ്ചിഷ്ട അല്ലാതെ തന്നെ നമുക്ക് ഫേസ് പാക്കായിട്ട് തന്നെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇന്ന് മഞ്ചിഷ്ടയുടെ സോപ്പാണ്. ഇതിന് കളറുകളോ ഒന്നും ചേർക്കുന്നില്ല, വേറെ ഒരു കളറും നമ്മൾ ചേർക്കുന്നില്ല, കെമിക്കൽസ് ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഒരു 15 ഗ്രാം മഞ്ചിഷ്ടയുടെ പൊടിയാണ് എടുത്തിരിക്കുന്നത് ആദ്യമേ. അപ്പോൾ 15 ഗ്രാം 750 ഗ്രാം സോപ്പ് ബേസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് 75 ഗ്രാം ഇതിനകത്ത് ചേർക്കാൻ പറ്റും. അപ്പം അതിന് അഡീഷണലായിട്ട് ചേർക്കുന്നത്, അതായത് 75 ഗ്രാം അഡീഷണൽ ഇതിനകത്ത് നമുക്ക് ചേർക്കാം. അപ്പോൾ എന്താണ് ചേർക്കുന്നത് അത്? അപ്പം അതിനകത്ത് ഗ്ലിസറിന് 1 ടേബിൾ സ്പൂൺ ഗ്ലിസറിന്, 1 ടേബിൾ സ്പൂൺ റോസ് വാട്ടർ, പിന്നെ 2 ടേബിൾ സ്പൂണ് അലോവേറ ജെല്ല്, പിന്നെ ഞാനൊരു 5 വിറ്റാമിൻ ഈ ഗുളിക ആണ് എടുത്തിരിക്കുന്നത്. വിറ്റാമിൻ ഇ ഗുളിക നമുക്ക് 1 കിലോയ്ക്കകത്ത് 10ന് താഴെ വരെ ഉള്ള ഇതിൽ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പം ഞാൻ ഇതിനകത്ത് 5 എണ്ണമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടി നമുക്കൊന്ന് ഇളക്കി അത് ഒരു കുഴഞ്ഞ പരുവത്തിലാക്കണം. ഇതിപ്പോൾ ഇത്രയും ചേർക്കുമ്പോൾ തന്നെ നമുക്കത് ആകുന്നുണ്ട്. അപ്പോൾ ഈ കുഴഞ്ഞ പരുവത്തിലാക്കിയിട്ട് നമ്മൾ ആദ്യമേ എടുത്ത് വെച്ചിരുന്ന സോപ്പ് ബേസ് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം. ഈ ഡബിൾ ബോയിൽ ചെയ്തെടുത്തിട്ട് നമുക്ക് ഇത് പേസ്റ്റാക്കിയ ശേഷം അതിനകത്തോട്ടാണ് നമുക്ക് ചേർക്കേണ്ടത്. ഞാൻ ഡബിൾ ബോയിൽ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഇത് മെൽറ്റായി കഴിഞ്ഞ് വേണം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കൂട്ടത്തിനകത്ത് ചേർക്കാൻ. അപ്പം നമുക്ക് വീട്ടിൽ ഇരുന്ന് തന്നെ എല്ലാവർക്കും സോപ്പ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം ഇത്രയും നമ്മൾ എടുത്തതെന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു പരുവത്തിലാണ് എടുത്തിരിക്കുന്നത് മഞ്ചിഷ്ട. അപ്പോൾ അതിനകത്ത് ചേർത്തിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കണം. ഇളക്കിയെടുത്തിട്ട് നമുക്ക് അതിനകത്ത് ഒരു ചൂട് നമുക്ക് അടുപ്പ് വീണ്ടും ഒന്ന് വെച്ചിട്ട് ഒന്ന് യോജിക്കുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതെല്ലാം കൂടി അപ്പോൾ തന്നെ കണ്ടില്ല, നല്ല കളറാണ്, നല്ല രസമാണ്, നല്ല കളറുമാണ്. അപ്പം ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്നിട്ട് ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് അത് ഓളുന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ അതിൻ്റെ കളറെല്ലാം നല്ല ഇതായിട്ട് ഇതെല്ലാം ഇതിനകത്ത് യോജിച്ചു. അപ്പം ഇത് നമുക്ക് നല്ലതായിട്ട് യോജിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്ത് നമുക്ക് സ്മെല്ല് ചേർക്കാം. ഞാൻ ഈ ലാവൻഡറിൻ്റെ സ്മെല്ലാണ് ഇതിനകത്ത് ചേർക്കുന്നത്. ഒരു 15 മില്ലി കൂടെ ഒരു 20 മില്ലിയോളം ഞാൻ ml ചേർത്തിട്ടുണ്ട്. അപ്പം അതും കൂടി നമുക്കിതിനകത്ത് ഇളക്കി നല്ലതായിട്ട് യോജിപ്പിക്കാം. അത് സ്മെല്ല് ചേർക്കുന്നത് താത്ത് വെച്ചതിന് ശേഷം ഇളക്കി യോജിപ്പിക്കണം. അപ്പോൾ ഇത് ഞാൻ ഒഴിച്ച് വെച്ചതാണ്. മോൾഡിനകത്ത് ഒഴിച്ച് വെച്ചു. ഈ മോൾഡിനകത്ത് ഒഴിച്ചിട്ട് ഒരു 3 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ഇത് സെറ്റാകും. 3 വേണ്ട, 2 മണിക്കൂർ ആകുമ്പോഴേ സെറ്റാകും. അപ്പോൾ എനിക്ക് ഇതിനകത്ത് കിട്ടിയിരിക്കുന്നത് 100 ഗ്രാമിൻ്റെ സോപ്പാണ്. അപ്പോൾ 6 സോപ്പും പിന്നെ ഒരു ചെറിയ സോപ്പ്. അപ്പോൾ ഈ 6 സോപ്പെന്ന് പറയുന്നത് 100 ഗ്രാമിന് മുകളിലുണ്ട്. അപ്പം അങ്ങനെ ഞാനൊന്നും കണക്ക് നോക്കിയിട്ടില്ല. ഞാൻ തൂക്കി നോക്കിയപ്പം 100 ഗ്രാമിന് മുകളിലുണ്ട്. എല്ലാം 105, 109 ഒക്കെ ഗ്രാമുണ്ട്. എപ്പോഴും ഞാൻ കൂടുതൽ നിൽക്കുന്ന രീതിയിൽ ചെയ്തുള്ളൂ. ആർക്കെങ്കിലും സോപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്താൽ ഞാനിവിടെ നമ്പർ കൊടുക്കുന്നുണ്ട്. ആ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്.
വാട്സപ്പ് നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനകത്ത് ഓർഡർ ചെയ്താൽ ഞാനത് ചെയ്തുതരാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.